നടി ഹണി റോസിന്റെ അധിക്ഷേപ പരാതിയിൽ കസ്റ്റഡിയിലെടുത്ത ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. കൊച്ചി സെൻട്രൽ പോലീസാണ് ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയത് ജാമ്യമില്ലാ വകുപ്പുകളാണ്. ബോബി ചെമ്മണ്ണൂരിനെ നാളെ കോടതിയിൽ ഹാജരാക്കും. അതേസമയം അപമാനം നേരിട്ട സംഭവത്തിൽ നടി ഹണി റോസ് രഹസ്യമൊഴി നൽകി. എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുന്നിലാണ് ഹണി മൊഴി നൽകിയത്. വിശദവിവരങ്ങളുമായി തിയോഫിൻ കൂടി ചേരുന്നുണ്ട്. തിയോഫിൻ, ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഇനി നാളെ കോടതിയിൽ ഹാജരാക്കും. മറ്റ് വിവരങ്ങൾ ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് എറണാകുളം സെൻട്രൽ പോലീസാണ്. സെൻട്രൽ പോലീസിൻ്റെ പ്രത്യേക സംഘം ഇന്ന് രാവിലെ വയനാട്ടിൽ നിന്നുമാണ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് വൈകുന്നേരം 7 മണിയോടുകൂടി സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു. ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങൾ 75(1) വകുപ്പിൽ ഉപവകുപ്പ് 1, ഉപവകുപ്പ് 4, അങ്ങനെ 75(1)ൽ 1ഉം 4 വകുപ്പുകളും, അതോടൊപ്പം തന്നെ ഭാരതീയ ന്യായ സംഹിത പ്രകാരം 67 IT ആക്ട് ബാധിക്കുന്ന 67-ാം വകുപ്പും ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് ബോബി ചെമ്മണ്ണൂർ ഉള്ളത്. അദ്ദേഹത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം തുടർന്ന് രാത്രി ഒരുപക്ഷെ മെഡിക്കൽ പരിശോധനയ്ക്ക് ഹാജരാക്കാനുള്ളൊരു സാധ്യതയുമുണ്ട്. നാളെ രാവിലെ ആകും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ, ഒരു ചടുലമായ വേഗത്തിൽ തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഉണ്ടായിരുന്നു. ഹണി റോസ് പരാതി നൽകിയ ഉടനെ തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ FIR രജിസ്റ്റർ ചെയ്യുകയും ഇതുമായി ബന്ധപ്പെട്ട വളരെ വേഗം തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയും മുകളിൽ നിന്ന് കിട്ടിയ നിർദ്ദേശപ്രകാരം എത്ര ഉന്നതനാണെങ്കിലും നടപടിയെടുക്കാനുള്ളൊരു തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ നടപടി എടുക്കാം, കേസുമായി മുന്നോട്ട് പോകാനുള്ളൊരു നിർദ്ദേശം ലഭിച്ച സാഹചര്യത്തിലാണ് വളരെ പെട്ടെന്ന് ഇന്നലെ രാത്രി തന്നെ ഒരു സംഘം പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ നിന്നും ഇന്നലെ രാത്രി വയനാട്ടിലേക്ക് പോയതും തുടർന്ന് വയനാട്ടിൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ എസ്റ്റേറ്റിലെ വഴിയിൽ വെച്ചാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ കസ്റ്റഡിയിലെടുക്കുന്നത്. തുടർന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുവരികയുമായിരുന്നു. ഇന്ന് അതോടൊപ്പം തന്നെ വൈകുന്നേരത്തോടുകൂടി ഹണി റോസ് എറണാകുളം CJM കോടതിയിൽ രഹസ്യമൊഴിയും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഹണി റോസ് ഇതുമായി ബന്ധപ്പെട്ട എറണാകുളം സെൻട്രൽ പോലീസിൽ പരാതി നൽകിയത്. തുടർച്ചയായി ബോബി ചെമ്മണ്ണൂർ തന്നെ അധിക്ഷേപിക്കുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പല ഓൺലൈൻ ചാനലുകൾക്ക് നൽകിയ വീഡിയോകളിൽ ഉൾപ്പെടെ തനിക്കെതിരെ അശ്ലീല പരാമർശം നടത്തുന്നു. ദ്വയാർത്ഥ പരാമർശമുള്ള വാക്കുകൾ പലതവണ ഉപയോഗിച്ചിരുന്നു. അത് ആദ്യം ഒരു തവണ ഒരു പൊതുവേദിയിൽ ഉപയോഗിച്ചു, പിന്നീട് പലതവണ സോഷ്യൽ മീഡിയ ചാനലുകളിലൂടെ ഇത് ആവർത്തിക്കുകയും ചെയ്തു. പിന്നാലെ നടന്ന് ഉപദ്രവിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു സാഹചര്യം പലതവണ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നടപടിയുമായി മുന്നോട്ട് പോകാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ആദ്യം ഹണി റോസ് പറഞ്ഞിരുന്നത് ഇത്തരം പരാമർശങ്ങൾക്കെതിരെ, അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. ഇത്തരം വീഡിയോകൾക്ക് താഴെ വരുന്ന ഒട്ടേറെ പേരുടെ കമൻറ്റുകളുണ്ട്. അതോടൊപ്പം ഹണി റോസിൻ്റെ തന്നെ സോഷ്യൽ മീഡിയ പേജുകൾക്ക് താഴെ ചിലർ വന്നിടുന്ന കമൻറ്റുകൾ, അത്തരം അധിക്ഷേപ പരാമർശങ്ങൾ, ലൈംഗിക അധിക്ഷേപമുള്ള പരാമർശങ്ങൾ, ഇതിനെതിരെ നടപടിയെടുക്കാൻ അല്ലെങ്കിൽ പോരാട്ടത്തിന് ഹണി റോസ് തീരുമാനിക്കുന്നതിനൊരു സാഹചര്യം ആദ്യം ഒരു പോസ്റ്റ് ഹണി റോസ് സ്വന്തം ഓൺലൈൻ സോഷ്യൽ മീഡിയയിലൂടെ അതിൽ സൂചിപ്പിച്ചിരുന്നത് പല പരാമർശങ്ങൾ, പലതവണ അധിക്ഷേപങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുമ്പോഴും താൻ പ്രതികരിക്കാതിരിക്കുന്നതിനർത്ഥം ഇത് ആസ്വദിക്കുന്നു എന്നല്ല, തനിക്കിതിൽ ഒരുപാട് വിഷമമുണ്ട്, പക്ഷേ അത് തുടർന്ന് അല്ലെങ്കിൽ അത്തരത്തിലൊരു ചർച്ചയാക്കി കൊണ്ടുപോകാനോ അത് വേണ്ട എന്ന് കരുതിയാണ് മിണ്ടാതിരിക്കുന്നതിന് ഇത് ആസ്വദിക്കുന്നുവെന്നോ അല്ലെങ്കിൽ ഇത് സഹിച്ചുകൊണ്ട് ഇനി ഏറെക്കാലം മുന്നോട്ട് പോകുമെന്നോ അർത്ഥമില്ല എന്ന് സൂചിപ്പിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് പിന്നീട് എറണാകുളം സെൻട്രൽ പോലീസിൽ പരാതി നൽകിയത്. ഇത് പ്രധാനമായും ഇത്തരം പരാമർശങ്ങൾക്ക് അല്ലെങ്കിൽ അവസരമൊരുക്കിയ ആൾ ബോബി ചെമ്മണ്ണൂരായിരുന്നു. അതുകൊണ്ടാണ് ബോബിക്ക് എതിരെ ആദ്യം പരാതി നൽകിയത്. പിന്നീട് മറ്റുള്ളവർ തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ ഉൾപ്പെടെ കമൻറ്റ് ചെയ്തവരുടെ സ്ക്രീൻഷോട്ടുകൾ ഉൾപ്പെടെ ബോബി ചെമ്മണ്ണൂർ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയ വീഡിയോകളുടെ ലിങ്ക് ഉൾപ്പെടെ പോലീസിന് നൽകുകയും ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകുകയും ചെയ്തതും ഇതിൻ്റെ തുടർച്ചയായാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിൻ്റെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്തിയ മറ്റൊരാളുടെ അറസ്റ്റ് കഴിഞ്ഞ ദിവസം, എറണാകുളം സ്വദേശിയായ ഒരാളുടെ അറസ്റ്റ് കഴിഞ്ഞ ദിവസം പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ഇനിയും കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നാണ് സൂചന. എന്തായാലും ബോബി ചെമ്മണ്ണൂർ നിലവിൽ ഇപ്പോൾ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലുണ്ട്. ഒരു പക്ഷേ രാത്രി ചിലപ്പോൾ മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോകാം. അതിനുശേഷം രാവിലെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനുള്ളൊരു സാധ്യതയാണ് നിലവിലുള്ളത്. ചിലപ്പോൾ ഒരു പക്ഷേ എന്തെങ്കിലും ഉപാധികളോടുകൂടി ജാമ്യം നൽകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും നിലവിൽ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഈ പോലീസിൻ്റെ പിടിയിൽപ്പെടുമ്പോഴും മറ്റ് തടസ്സങ്ങളൊന്നും ഉന്നയിക്കാതെ വന്നു എന്ന രീതിയിൽ ഒരുപക്ഷെ അത് പരിഗണിച്ചോ അല്ലെങ്കിൽ അത്തരം വാദങ്ങൾ അഭിഭാഷകർ ഉന്നയിച്ചാൽ ഒരുപക്ഷെ ഉപാധികളോടുകൂടി
ജാമ്യം നൽകി താൽക്കാലിക ജാമ്യമോ ഇടക്കാല ജാമ്യമോ നൽകാനുള്ളൊരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അസിത, തിയോഫിൻ, അതിൽ ഒരു കാര്യം കൂടിയുണ്ട്. നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള സൈബർ അധിക്ഷേപ പരാതികളിൽ 30 പേർക്കെതിരെ കേസെടുത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ 20 പേരെ തിരിച്ചറിഞ്ഞ ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഹണിറോസ് പോലീസ് സ്റ്റേഷനിൽ ഈ ഡിജിറ്റൽ തെളിവുകൾ അടക്കം സമർപ്പിച്ചിരുന്നു. ഇനി നാളെ കോടതിയിൽ ഹാജരാക്കിയാൽ, കോടതിയിൽ ഈ ഡിജിറ്റൽ തെളിവുകൾ അടക്കം ഹാജരാക്കുമ്പോൾ അതിൽ കൂടുതൽ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കാനും കൂടി സാധ്യതയില്ലേ? പക്ഷേ അതിനെക്കുറിച്ച് നമുക്കിപ്പോൾ ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല. ഒരു പക്ഷേ അതിനുള്ളൊരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല എന്ന് പറയാം. കാരണം ആദ്യഘട്ട, അതായത് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്ത ശേഷമുള്ള ഒരു ആദ്യഘട്ട ഒരു ചോദ്യം ചെയ്യൽ മാത്രമാണ്. അത് കാര്യമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് പോയിട്ടില്ല. കാരണം നേരത്തെ ഹണിറോസ് ഉൾപ്പെടെ നൽകിയ സോഷ്യൽ മീഡിയ ഈ സ്ക്രീൻഷോട്ടുകളുടെയും അതോടൊപ്പം വീഡിയോ ലിങ്കിൻ്റെയും കൂടി അടിസ്ഥാനത്തിൽ ഇതുകൂടി മുന്നിൽ വെച്ചുകൊണ്ട്, തെളിവുകളടക്കം മുന്നിൽ കൊണ്ട് ഒരു പക്ഷേ മേലുദ്യോഗസ്ഥർ ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ACPയുടെ നേതൃത്വത്തിൽ ഒരു പക്ഷേ അടുത്തൊരു ഘട്ടം ചോദ്യം ചെയ്യൽ ഉണ്ടായേക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ചോദ്യം ചെയ്യലിന് ശേഷം ഒരു പക്ഷേ ചുമത്തുന്ന വകുപ്പുകളുടെ എണ്ണത്തിൽ കൂടുതൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വകുപ്പുകൾ ചുമത്തി കേസെടുക്കാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ ഭാരതീയ ന്യായ സംഹിത 67 വകുപ്പ് IT ആക്ട് ഉൾപ്പെടുന്ന വകുപ്പ് പ്രകാരം സമൂഹ മാധ്യമങ്ങളിലൂടെ പരാമർശം, അധിക്ഷേപകരമായ പരാമർശം, ലൈംഗിക ചുവയുള്ള പരാമർശം നടത്തി എന്നുള്ളതാണ് നിലവിൽ കേസ്. അതോടൊപ്പം തന്നെ 75(1)ൽ 1ഉം 4ഉം ഉപവകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചാർജ് ഷീറ്റാണ് നിലവിലുള്ളത്. ഒരു പക്ഷേ കൂടുതൽ ചാർജുകൾ വരാനുള്ളൊരു സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും റിമാൻഡ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മാത്രമാണ്, അല്ലെങ്കിൽ റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോഴായിരിക്കും ഒരു പക്ഷേ ഇത്തരത്തിൽ കൂടുതൽ കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്താനുള്ള ഒരു സാധ്യതയുണ്ടാവുക. എന്തായാലും നിലവിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചതിന് IT ആക്ടാണ് പ്രധാനമായും നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ അധിക്ഷേപകരമായതും ദ്വയാർത്ഥ വരുന്നതുമായ ലൈംഗിക അധിക്ഷേപ പരാതികൾ, അല്ലെങ്കിൽ അധിക്ഷേപം നടത്തി എന്നതാണ്, വാക്കാൽ നടത്തിയ ഇത്തരം അധിക്ഷേപങ്ങളിലെയും അത് തുടർച്ചയായി വീണ്ടും ആവർത്തിച്ചു എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ നിലവിൽ കേസുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും വൈകാതെ ഹണിറോസിനെതിരെയുള്ള ലൈംഗിക അധിക്ഷേപ പരാതിയിലാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നാളെ കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ. വിവരങ്ങളാണ് തിയോഫിൻ നൽകിയത്.